കാത്തിരുന്ന കലിയുഗരാമൻ ദാ വരുന്നു. സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭു സർവസ്ഥാനവും ത്യജിച്ച് വനവാസത്തിന് പോയ പോലെ ചെറിയൊരു കാലത്തിന്റെ ഇടവേളയ്ക്ക് വിരാമം കൽപ്പിച്ചുകൊണ്ട് പാപ്പാന്മാരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവര് പേരാമംഗലംകാർ നേരിട്ട് ചോദിച്ചിട്ട് പോലും മീഡിയക്കാർക്ക് മിണ്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാമൻ കൊന്നിട്ടില്ല. അപ്പൊ പാപ്പാന്മാരെ ഒന്നും ചെയ്തിട്ടില്ല. പാപ്പാന്മാരെ ചെയ്യാത്താണ്. രാമൻ ഇറങ്ങി വരുന്ന വീഡിയോസ് ഒക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. രാമലീലയിലെ പാട്ടിട്ടാണ് നമ്മളത് കേൾക്കുന്നത്. അതിന്റെ ആരാധകരൊക്കെ അങ്ങോട്ട് ആർത്ത് വിളിക്കും. നമുക്കും ആ ആവേശം സ്റ്റേജിൽ കിട്ടാം. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പൂരം കൊഴുപ്പിക്കുന്ന രണ്ടാളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശൈലേഷ് വൈക്കും അഖിൽ ഷാജിയും. ചേട്ടന്മാരെ നമസ്കാരം. ഒരുപാട് സുഖമായിരിക്കുന്നു. ഇപ്പം ഉത്സവ സീസൺ ഒക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഉത്സവ സീസൺ? ഭയങ്കര തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഷട്ടിൽ അടി ആയിരിക്കും. ലൈവ് ഓട്ടങ്ങൾ തുടങ്ങിയത് വരുന്നു. ലൈവ് ഉണ്ട്. അതിനേക്കാൾ ഇരട്ടിയായിട്ടുള്ള റെക്കോർഡിംഗ് ആണ്, വോയിസ് റെക്കോർഡിംഗ്. അതാണ് ആൾക്കാർക്ക് അറിയാത്തൊരു ഭാഗം. അതാണ് നമുക്ക് കൂടുതലും കൗണ്ട് എടുക്കുകയാണെങ്കിൽ റെക്കോർഡിങ് നമുക്ക് ഒരു രക്ഷയില്ലാതെയാണ്. കാരണം എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, ഇല്ലെങ്കിൽ ലൈവ് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വോയിസ് വേണ്ടി വരും. അപ്പം അതിന് റെക്കോർഡിങ് നമുക്ക് ഡേ ടു ഡേ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു കോംബോ എങ്ങനെയാണ്? ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ അഖിൽ ചേട്ടനാണ് അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശബ്ദം നമ്മള് ശൈലേഷ് ചേട്ടന്റെ ആണ് കേൾക്കുന്നത്. അപ്പം ഇത് പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ ഇങ്ങനെ അറിയില്ലാതെ ശൈലേഷ് ചേട്ടൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ചില റീൽസ് വരുമ്പോൾ പറയുന്ന ആളെ അറിയാത്തവർ വരെ ഉണ്ട്. ചില റീൽസ് വരുമ്പം ആളെ കിട്ടി, തിരക്കാണെന്ന് ആളെ കിട്ടി, കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചില റീൽസിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ ചില റീൽസിൻ്റെ അടിയിൽ വരുന്നത് സ്ക്രിപ്റ്റ് എഴുതുന്ന ആരാ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാ. അപ്പം കാണുന്നതാണെങ്കിൽ ഞാൻ അതിൽ എഴുതും. ചിലർ അറിയാവുന്നവരാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുന്നവരും കാണാറുണ്ട്. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ പരമാവധി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ടീമിനെ നമ്മളൊന്ന് ഒരു ടീമായിട്ടുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അത് എല്ലാം ഒരാളാണെന്നുള്ള രീതിയിൽ ഒരിക്കലും നിന്നിട്ടില്ല. എൻ്റെ പിന്നിൽ ഇന്ന എഫേർട്ട് എടുത്തിരിക്കുന്ന എല്ലാവരെയും നമ്മൾ പറയാറുണ്ട്. ആ സ്പോട്ടിൽ തന്നെ പറയാറുണ്ട്. വോയിസ് ഇന്ന ആളാണ്, ഞാൻ ശൈലേഷ് വൈക്കം എന്ന് പറയാറുണ്ട്. അതിൻ്റെ പിന്നിൽ ഈ അക്ഷരക്കൂട്ടങ്ങളെ ഇല്ലെങ്കിൽ അക്ഷര സ്വത്തുക്കളെ വരമായി നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഖിൽ ഷാജി, ദ എലിഫന്റ് റൈറ്റർ എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ BGM സ്കോർ ചെയ്യുന്നവർ കണ്ണൻ ശ്രീകുമാർ, അതേപോലെ ശ്രീകാന്ത് വൈക്കം, കണ്ണൻ ശ്രീകുമാർ പരിമളം. അങ്ങനെയാണ് നമ്മൾ 4 പേരാണ് നമ്മുടെ ഒരു ടീം വർക്ക്. ലൈവിൽ റെക്കോർഡിങ്ങിൽ നമ്മൾ 2 ആവശ്യമുള്ളൂ. പിന്നെ സൗണ്ട് എഞ്ചിനീയർ ആണ്, സ്റ്റുഡിയോ ആണ്, മൈക്കാണ്. അങ്ങനെയൊക്കെ പോകും. ഈ നമ്മൾ എഴുതി കൊടുക്കുന്ന വാക്കുകളുണ്ടല്ലോ, അക്ഷരങ്ങളൊക്കെ ആ കറക്റ്റ് ആ ഒരു മോഡുലേഷനിൽ അല്ലെങ്കിൽ ആ അത്ര ഭംഗിയിൽ അത് അത്രയും ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ തന്നെയാണ്. ശൈലേഷ് ഏട്ടൻ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ആ പ്രേക്ഷകരുടെ ആ ഒരു ആവേശവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അഖിൽ ചേട്ടന് കിട്ടുന്ന സന്തോഷം നമ്മളോടൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും അത് നമ്മളിതൊരു ദിവസം കൊണ്ട് തുടങ്ങിയൊരു ജേണി അല്ല. ഒരുപാട് നാൾക്ക് മുമ്പുള്ള ഡേറ്റാബേസ് തൊട്ട് നമ്മൾ ചെയ്ത് നമ്മുടെ ഡേറ്റ അതെല്ലാം നമുക്ക് ഈ ആനക്കമ്പം എന്നുള്ള ഒറ്റ ഘടകം കൊണ്ട് മാത്രം കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തും നമ്മുടെ ഡേറ്റാസായിട്ട് സ്റ്റോർ ചെയ്തും ഈവൻ ഡയറിയിൽ കുറിപ്പുകളായിട്ട് വരെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓരോ പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പാനകൾ അങ്ങനെ ആ ആനയുടെ പ്രയോറിറ്റി പറയുമ്പോൾ അത് എടുത്ത് പറയണം. അങ്ങനെ എങ്കിലല്ലേ ഇത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡയലോഗിൻ്റെ ലെങ്ത്തും കാര്യങ്ങളെല്ലാം നമുക്കത് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. പക്ഷേ കണ്ടൻറ്റുകൾ നമ്മൾ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് അന്ന് തൊട്ടുള്ള ആ ഒരു ജേണിയുടെ റിസൾട്ട് ചിലപ്പോൾ നാളത്തെ പൂരത്തിലായിരിക്കും കിട്ടുന്നത്. സോ ഹാപ്പി. അതാണ് അതിൻ്റെ ഒരു റീസൺ. അല്ലാതെ അതിനകത്ത് എഫേർട്ട് തന്നെയാണ്. അത് ആ എഫേർട്ടിന് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഈ പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഇത് കേൾക്കുമ്പോഴേക്കും അവരുടെ റെസ്പോൺസ് ഒക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ചില ആനകളൊക്കെ വരുമ്പോൾ അവർ സന്തോഷത്തോടെ വോയിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ലൗഡാക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാണ്ടൊരു ഗൂസ്ബംസ് വരും. അതായത് നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഖിൽ എഴുതിയ ആളാണ്. അപ്പം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് കണ്ണിൽ നമുക്ക് ഒരു നോട്ടം ഉണ്ടല്ലോ അടുത്തേക്കുന്ന ആളെ. അപ്പം ഇതിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എഴുതുന്നതാണല്ലോ, എഴുതുമ്പം
എന്തെങ്കിലും ഒരു വള്ളി പുള്ളി എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ചിലപ്പോൾ എനിക്ക് ഒരറപ്പ് വന്നേക്കാം, നമ്മൾ ലൈവിൽ നിൽക്കുകയാണ്, പക്ഷേ ആ ഫ്ലോ കട്ടാവാതെ പോകണം. അപ്പോൾ അങ്ങനെ ആദ്യകാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നീട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി എനിക്ക് മുന്നേ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ നോക്കി പോകുന്നുണ്ട്, അതെനിക്ക് കാണാം. അപ്പം അത്ര ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നേ പോവുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത സെൻറ്റൻസിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഇന്ന ഒരു മാറ്റം, ഇപ്പോൾ ഇത് ആന ഫീൽഡാണ്, അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു വർഷം ഒരു ആന അഴിച്ച ആളായിരിക്കില്ല അടുത്ത വർഷം വരുന്നത്. അപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൃത്യം പറഞ്ഞു കൊടുക്കണം. ഞാനൊരു സ്റ്റെപ്പ് മുമ്പിൽ അത് വായിച്ച് പോയാലേ പുറകെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. കാര്യം കേൾക്കുന്നത് പുറത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അത് നമ്മളെപ്പോഴും അതൊരു കീപ്പ് ചെയ്യും. കാര്യം മറ്റന്നേരം BGM ഒക്കെ മാനേജ് ചെയ്യാൻ നമ്മുടെ കൂടെ അവരുണ്ട്. നമ്മുടെ രണ്ടുപേര് കണ്ണനും കാന്തും അവർ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ അവരുള്ളപ്പോഴത്തേക്കും എനിക്ക് വേറെ ആ സമയത്ത് ടെൻഷനില്ല. എൻ്റെ വർക്കെല്ലാം ഇതിനു മുമ്പ് ഞാനിതെല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് പിന്നെ അത് ഭംഗിയാക്കിയിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. എന്തായാലും അവിടെ നിൽക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ആകെ ഒരു വെടിയും പുകയായിരിക്കും, ഇവിടെ എന്താ നടന്നേ ഇപ്പോൾ എന്നുള്ള രീതിയിലായിരിക്കും. ആന വന്നു പോയി കാരണം ഇവിടെ എന്താ നടന്നതെന്ന് പിന്നീട് ചോദിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അതേ രീതിയിലായിരിക്കും നമ്മുടെ പരിപാടി, കാരണം ഒരു വെടുക്കെട്ട്. അപ്പം അങ്ങനെ പോയാലേ അതൊരു ഇതിൻ്റെ ഒരു ഭംഗി അതാണ്. അല്ലാതെ നമ്മൾ രാവിലെ തൊട്ടങ്ങനെ വൈകുന്നേരം വരെ നിന്ന് അവിടുത്തെ വണ്ടികൾ മാറ്റണം, അല്ലെങ്കിൽ അവിടുത്തെ ഇത് മാറ്റണം, ചെരുപ്പം മാറ്റണം, അങ്ങനെയുള്ള ഒരു പരിപാടി മൊത്തം അങ്ങനെ പിടിച്ചു. നമ്മൾ ചിലപ്പോൾ നല്ല ഹൈയിൽ നല്ല ഫിനിഷിങ്ങിൽ വരുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരാൾ വിളിച്ചത് ആ വണ്ടി അവിടെ നിന്ന് മാറ്റുന്നു, അത് ബുദ്ധിമുട്ടായി. അങ്ങനെ സംഭവിക്കാറുണ്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ മൈക്ക് എടുക്കുമ്പം മൈക്ക് വാങ്ങാനായി, ഇല്ലെങ്കിൽ മൈക്കോമാനിയമാർ കുറേ ആൾക്കാരുണ്ട് ചില സ്ഥലത്ത്. അത് ലോക്കലായിട്ട് അനൗൺസ് ചെയ്യണവരായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും വേറെ സ്ഥലത്ത് നിന്ന് ഇന്ന വണ്ടി അവിടെ നിന്ന് ഒരു കാര്യമില്ല അത് പറഞ്ഞുകൊണ്ട് മാറ്റാനും പോകുന്നില്ല ആരും. ഇത്രയും തിരക്കുള്ള സ്ഥലമായിരിക്കും, പക്ഷെ അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു നമ്മളുണ്ടാക്കി കൊണ്ടുവന്ന ഒരു റിതമുണ്ട്, നമുക്ക് ദേഷ്യം വന്നത് അത്ര എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തു വന്നത് അന്നേരം ഞങ്ങള് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യകാലത്തൊക്കെ നമ്മളൊരു സ്ഥലത്ത് ഒരു ഇൻട്രോ തുടങ്ങും, അവിടെ വന്നിരിക്കുന്ന വലിയ സ്ഥലങ്ങളാണെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ആനകൾ. അപ്പം ഇവിടെ വന്ന ചിലപ്പോൾ ഈ പോയിരിക്കുന്ന ലൈവിൽ അത്ര വലിയ ആനകളൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അവിടെ വന്നിരിക്കുന്ന ആനകളൊക്കെ ഭയങ്കര പേര് കേട്ടതുമായിരിക്കും. അപ്പം നമ്മളവിടെ പഞ്ചാക്കുന്നത് പഴയ ചരിത്രം പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവർ ഓഡിയൻസിന് ആ ഒരു ഓർമ്മകൾ കിട്ടും, ആ ഒരു ആവേശം കിട്ടും. ഇവിടെ ഇത്രയും വലിയ പരിപാടി നടന്ന സ്ഥലമാണല്ലോ എന്നൊരു ചിന്താഗതി വരും. അത് വരുത്താൻ വേണ്ടി നമ്മൾ ഈ കഷ്ടപ്പാട് മൊത്തം ചെയ്ത് അതിനിടയ്ക്ക് ഇങ്ങനെ ചെറിയ സംഭവങ്ങൾ അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ കട്ടാവേണ്ടി വരും, ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, പിന്നെ ഒന്നേന്ന് തുടങ്ങണം. അത് ഭയങ്കര പാടുള്ള കാര്യം. നിങ്ങളൊരു സീസൺ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം ഒരു ഉത്സവ സീസൺ തുടങ്ങുമ്പോഴേക്കും ഈ പൂരം വരുമ്പോ വേണം ഒരു കാച്ചാൻ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ഒരു പൂരം. ഞങ്ങളുടെ തിരുനക്കര പൂരം ഈ വർഷം മാർച്ച് 23. അത് വെച്ചാൽ നമ്മുടെ സ്വന്തം പൂരമാണ് നമ്മൾ കാണുന്നത്, നമ്മുടെ സ്വന്തം പൂരം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ ആനകളുടെ വരവാണ്. ഈ കാര്യം ഈ കോട്ടയം നാട്ടിലുള്ള എല്ലാ ജനങ്ങളും അന്ന് ആ ആനകളെ കാണാൻ വേണ്ടി അവിടെ നിൽക്കും. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഇച്ചിരി ഉയർന്ന സ്ഥലം, റോഡ് നിന്നാലും കാണാം, താഴെ നിന്നാലും കാണാം, ആനയെ കാണാം. പിന്നെ ഈ കേൾക്കുന്നതല്ലേ, അത് സൗണ്ട് സിസ്റ്റത്തിൻ്റെ ബ്രില്യൻസ് വെച്ചിട്ട് എവിടെ വെച്ച് എല്ലാവരും കേൾക്കാം. അപ്പോൾ ഈ ഒരു 10 അവിടെ ഒരു 4:30 ആകുമ്പോൾ ആനകൾ ഇറങ്ങി തുടങ്ങും. പക്ഷെ 2 മണി തൊട്ടേ ഈ സ്റ്റെപ്പാണല്ലോ, അപ്പോൾ സ്റ്റെപ്പ് നിറച്ച് 2 വശം ബാരിക്കേഡുണ്ട്, ആനയ്ക്ക് ഇറങ്ങാനായിട്ട് സൗകര്യമുണ്ട്. സ്വസ്ഥമായിട്ട് ആനയ്ക്കും ആനക്കാർക്കും സ്വസ്ഥമായിട്ട് പോകാനുള്ള ഏകദേശം ഈ റൂമിൻ്റെ സൈസുള്ളൊരു വഴിയുണ്ട്, സ്റ്റെപ്പായിട്ട് തന്നെയുണ്ട്. മേളിൽ നിന്ന് ഇറങ്ങി വരാം. ഗ്രൗണ്ട് പിന്നെ അവിടെയാണ് ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടിയൊക്കെ നടന്നത്. അപ്പോൾ അവിടെ 2 മണി തൊട്ടേ വെയിൽ കൊണ്ട് ആൾക്കാർ ഇങ്ങനെ വിശറിയായിട്ട് ഓരോ പരസ്യം പറഞ്ഞ വിശറികളൊക്കെ കൊടുക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ വീശി നിൽക്കുന്നതാണ്. നമ്മളിപ്പോൾ ആൽച്ചോട്ടിലാണ്, നമുക്ക് അത്ര വെയിലൊന്നുമില്ല, പക്ഷെ നമ്മൾ കണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഒക്കെ ലൈവിന് പറയാറുണ്ട്, ഈ തിരുനക്കര പൂരത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആനകൾ എൻട്രിയാണ്. ഓരോ ആനകളും ആ ഗോപുരം അടച്ചിട്ട് അടുത്ത ആന വരികയാണ്. അപ്പോൾ അടുത്തതാര് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി. അത് നേരത്തെ പുറത്തൊന്നും വിടത്തില്ല, ലിസ്റ്റൊക്കെ അറിയാൻ പറ്റും. ആനകൾ വരും, അടുത്ത ഏത് ആന കടന്നു വരുന്നത് അത് നമ്മൾ പറയുമ്പോഴാണ് ആൾക്കാർ അറിയുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ആനകളൊക്കെ വരുന്നെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ ആരാധകരൊക്കെ അങ്ങോട്ട് ആർത്ത് വിളിക്കും. നമുക്കും ആ ആവേശം സ്റ്റേജിൽ കിട്ടും. അതാണ് ആവേശം. ലൈവിൽ കാണുമ്പോൾ നമ്മൾ പിന്നെ വേറെ ലെവലാവും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന നമ്മൾ ഒന്ന് പഠിച്ചിട്ടോ ഒന്നും പറയുന്നതല്ല, പിന്നെ ആ പോകുന്ന പിച്ച് ആ ഒരു മോഡുലേഷനൊക്കെ ആ സമയത്ത് സംഭവിക്കുന്ന കാര്യം. കഴിഞ്ഞ വർഷം പൂരത്തിന് കോട്ടയത്തിൻ്റെ സ്വന്തം പാമ്പാടി രാജൻ വന്നപ്പോൾ ഇളകി മറിഞ്ഞു കോട്ടയം. അതെ,
കോട്ടയത്തിന്റെ കൊമ്പനാ, കോട്ടയത്തിന്റെ രാജാവാണ്. കോട്ടയത്തിന്റെ കോട്ടകാക്കുന്ന കൊമ്പ്. അടിച്ചെന്റെ അമ്മോ എന്ന് റീച്ചാണ്. അത് രാജൻ ഇറങ്ങിയപ്പം രാജന്റെ ഒന്നും അല്ല പറഞ്ഞു, ഏത് സിനിമയിലെ സിംഗപ്പടയുടെ രാജാവ്. ആ പാട്ട് എൻ്റെ ആ ഒരു ബീജം തൊട്ടിട്ടപ്പോഴേ ആൾക്കാര് വീശാൻ തുടങ്ങി. ഏ രാജാ ഏ രാജാ 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 രാജാ. ബാക്കിയുള്ള ആളുകളൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ ഇനി വരുന്നത് രാജനെന്നറിയാം. കാര്യം ബാക്കി എല്ലാവരും വന്നു പോയി. ലാസ്റ്റ് ആയിരിക്കും മെയിൻ ആന വരുന്നത്. 2 മെയിൻ ആനകൾ ലാസ്റ്റാണ്. ഒരാന ദേവനായിട്ട് എഴുന്നള്ളി വരുന്നതുകൊണ്ട് അതൊരു ക്ഷേത്രത്തിൻ്റെ ഒരു താമസം ഉണ്ടാവും. പക്ഷെ അതിനു മുമ്പ് ഈ പൂരത്തിൻ്റെ ഏറ്റവും അവസാനം വരാനുള്ള സെക്കൻഡ് ലാസ്റ്റ് ആനയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരിക്കും ആൾക്കാർ. അതൊന്നെങ്കിൽ പാമ്പാട് രാജൻ, അല്ല തൃക്കടവൂർ ശിവരാജു, അങ്ങനെയുള്ള മെയിൻ ആന തന്നെ ആയിരിക്കും വരണേ. അതിൻ്റെ ആവേശം അത് പറഞ്ഞറിയാം. അതാണ് നമ്മുടെ കാത്തിരിപ്പ്. അതാണ് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുന്നത്. ഒരു തിരുനക്കര പൂരം കഴിഞ്ഞാൽ ഞങ്ങളുടെ സീസണിന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ബാക്കി വരുന്നതെല്ലാം ഞങ്ങളുടെ സന്തോഷമായിട്ട് ഞങ്ങൾ ചെയ്തു പോകുന്നു. ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഓളം എങ്ങനെയാ? ഞാനിപ്പം നമ്മളിപ്പോ റീൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതിനകത്ത് ഇപ്പൊ നമ്മൾ ആ ഒരു കവാടത്തുനിന്ന് രാമൻ ഇറങ്ങി വരുന്ന വീഡിയോസ് ഒക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. രാമലീലയിലെ പാട്ടിട്ടിട്ടാണ് നമ്മളത് കേൾക്കാറ്. പറയുമ്പോഴും രോമാഞ്ചം വരും. അത് ആ ഒരു അതെ രാമന്റെ ആ ഒരു ലൈഫ് വെച്ചിട്ടുള്ള ഒരു സോങ് ആണ്. അത് കേൾക്കുമ്പോ തന്നെ ഒരു പ്രത്യേക ഓളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആ പാട്ട് ശരിക്കുള്ള പാട്ട് നമ്മൾ ഓർക്കൂല. ചുറ്റിലുമാരോ കാവല, അത് ആ ഒരു സോങ് ആണ്. പുറത്ത് കിടക്കുക രാമ. അതെന്താന്ന് വെച്ചാ ഈ രാമചന്ദ്രൻ, തെച്ചിക്കോട്ട രാമചന്ദ്രൻ ആന കേരളത്തിന്റെ രാജാവ്. ഈ ആനയെ ഉത്സവപ്പറമ്പുകളിൽ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ ആന വന്നാൽ പിന്നെ വേറൊന്നുമില്ല, വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് ആനപ്രേമികളല്ലാതെ ഉള്ള ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ അതിനുള്ള ആനകളുടെ എഴുന്നള്ളിപ്പിനൊക്കെ എതിരെ നിൽക്കുന്ന ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ വിലക്കുകളായിട്ടാണ് രാമന് വന്നേക്കുന്നത്. ആനയുടേതല്ലാത്ത കൊണ്ടുപോലും, ആനയുടേതല്ലാത്ത പ്രവർത്തികൾ കൊണ്ടുപോലും ആനയെ മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് സാഹചര്യം വന്നിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്നെല്ലാം രാമൻ തിരിച്ച് കയറി വന്നിരിക്കും. അത് രാമൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ആ പാട്ട് രാമൻ്റെ ലൈഫായിട്ട് ഭയങ്കര ലിങ്ക്ഡ് ആവുന്നത്. എത്രയോ വലിയ വിഷയങ്ങളുണ്ടായാലും രാജാവ് അല്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആളുകൾ ഇത്ര ഇങ്ങനെ, അതായത് രാമനെ ഇങ്ങനെ നമ്മള് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് ഇച്ചിരി പ്രശ്നക്കാരനായിട്ടുള്ള ആളാണ്, സൂക്ഷിക്കണം രാമനെ അങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഒരു പരിധിവരെ കുറച്ചൊക്കെ ശരിയുണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയാ, ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ ഇങ്ങനെ കാണാനും. ആ ഒരു ഓളം കേട്ട ഒരു കുഴപ്പവും രാമനില്ല. എല്ലാ ആനകൾക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ആന എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ആനയുള്ള അതുപോലെ തന്നെ എല്ലാ ആനകൾക്കും എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ രാമനിലും ഉള്ളൂ. അപ്പൊ അത് ഈ പറഞ്ഞ മാതിരി ചില കാരണങ്ങളായിരിക്കാം, പല കാരണങ്ങൾ നമുക്കറിയില്ല. അത് നിഗൂഢതയാണ്. രാമനെ ഒന്ന് മാറ്റി നിർത്തണം. അത് ചിലർക്ക് ഉണ്ടാവുന്ന ചില കാര്യങ്ങളായിരിക്കാം. എന്താന്ന് അതിനു വേണ്ടി രാമനെ പ്രശ്നക്കാരായിട്ട് അവതരിപ്പിക്കുന്നത് ഈവൻ മീഡിയാസ്. ഈ എന്താ 13-14 പാപ്പാന്മാരെ കൊന്നവരെ അതിന്റെ ജീവിതത്തിൽ അതൊരു ആനക്കാരനെ ചെയ്തിട്ടില്ല തന്നെ, ഒന്നും ചെയ്തിട്ടില്ല തന്നെ. അത് 13 എന്ന് പറഞ്ഞ സംഖ്യ ഇല്ല. അതൊന്ന്. അത് കൂടാതെ സംഭവിച്ചേക്കുന്നത് ഈ പറയുന്ന മറ്റാനകളും ഒക്കെ ഓടിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും പേടിച്ചിട്ടൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ചിലപ്പോൾ തൊട്ട് പുറയുന്ന പടക്കം പൊട്ടിക്കും. അത് തന്നെ ആ വരി, ആ വാക്ക്, ആ പാട്ടിലൊരു വരിയുണ്ട്, ആര് ചെയ്ത പാപം ഇന്ന്. അങ്ങനെ ഓടുമ്പോ കാല് തട്ടി ആള് അങ്ങനെയൊക്കെ സംഭവിച്ച മരണങ്ങളാണ്. അല്ലാതെ ആന പേടിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ചിട്ടില്ല. അതിനെ രാമൻ ചെയ്തതായിട്ട് കാണിച്ച് പാപ്പാന്മാരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവര് പേരാമംഗലംകാർ നേരിട്ട് ചോദിച്ചിട്ട് പോലും മീഡിയക്കാർക്ക് മിണ്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏത് പാപ്പാനെ കൊന്നു? അതാ ഒരു മീഡിയസും പുറത്തു വിട്ടിട്ടില്ല. രാമൻ കൊന്നിട്ടില്ല. അപ്പൊ പാപ്പാന്മാരെ ഒന്നും ചെയ്തിട്ടില്ല. പാപ്പാന്മാരെ ചെയ്യാത്താനെ പാപ്പന്മാരെ അത്ര രണ്ട് ആനക്കാരോടും അത്ര സ്നേഹമുള്ളതാണ്. മൂന്ന് നല്ല സ്നേഹമുള്ളതാണ്. അതേപോലെ ഈ ഇരുമേൽ മണിച്ചന്റെ കാലത്ത് ആനയെ പുള്ളി കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആന ഓടിപ്പോകുമ്പോഴേ, പേടിച്ചു പോകുമ്പോഴേ, പോല്ലേ മോനെ എന്ന് പറഞ്ഞ് പുള്ളി അതിന്റെ തുമ്പിയിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 18 വർഷം കൊണ്ടിരുന്ന ആളാ. അതിനെ വളർത്തി വലുതാക്കി അതിനെ ആനക്ക് വളർത്തി ഫേമസ് ആക്കിയ ആൾ തന്നെ പുള്ളി. എല്ലാ കഥകളും ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ കുറെ കപടമായിട്ടുള്ള കുറെ എന്താ പറയുക ആക്ഷേപങ്ങൾ, ഇവരുടെ ഈ കുറെ നിഗൂഢമായിട്ടുള്ള കുറെ ഇതിൽ നിന്ന് രാമൻ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് വീണ്ടും കേരളത്തിന്റെ രാജാവായിട്ട് വരുന്ന ആന. അതുകൊണ്ടാണ് രാമൻ വരുന്ന ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഈ ചടങ്ങുണ്ടല്ലോ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ചടങ്ങുണ്ടല്ലോ, ഇത് പൗരാണിക കാലം മുതലുള്ള ചടങ്ങാണ്. നമ്പൂരാൻ നാരായണനൊക്കെ പോലുള്ള ആനകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചടങ്ങാണ്. അപ്പോൾ ഈ ചടങ്ങ് രാമൻ്റെ വരവോടുകൂടെ കൂടുതൽ ജനകീയമാകുക ചെയ്തത്.
അതിൻ്റെ ഒറ്റ റീസൺ രാമനാണ്. തൃശ്ശൂർ പൂരം 3 ദിവസമായി മാറി. അത് ഇപ്പം നിർവഹിക്കുന്ന അതെ പൂരം 3 ദിവസമായി. ഇപ്പം നിർവഹിക്കുന്ന ആനയും അതുപോലെ തന്നെ ഫേമസ് എറണാകുളത്തപ്പൻ്റെ സ്വന്തം ശിവകുമാർ. അപ്പോൾ തെച്ചിക്കോട് രാമേന്ദ്രൻ നെയ്തലക്കാവിൻ്റെ എഴുന്നള്ളിപ്പാനായിട്ട് വരുന്നുണ്ട്. രാമൻ വന്നാൽ പൂരനഗരി എന്നല്ല, ആന കേരള ഇളകി മറിയും. എവിടെ അത് നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഇഷ്ടമുള്ള ആന ഏതാന്ന് ചോദിക്കുമ്പോൾ രാമൻ എന്ന് പറയും. പക്ഷെ രാമനെ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവർ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ രാമനെ ഒന്ന് കാണണം. പക്ഷെ ആന ഇഷ്ടമാണ്. അപ്പം കുറേയൊക്കെ ഈ ഹീറോയിസം കേട്ടുള്ള ഒരു ഇഷ്ടം, നമ്മളിപ്പം ഉദാഹരണം മമ്മൂട്ടിയോ മോഹൻലാലിനെയോ ഒന്നും എല്ലാവരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ, അതവരുടെ ആ ഒരു പവറാണ്. ഇല്ലെങ്കിൽ പഴയ ജയൻ, പ്രേം നസീർ അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നവരില്ലേ മുതിർന്നവർ, അതൊക്കെ അവർ കണ്ടിട്ടല്ലോ. അതേപോലെ ഇതിലും കാണാതെ ഇഷ്ടപ്പെടുകയാണ്. അത് രാമൻ കാണിച്ചു വെച്ച കുറെ ചരിത്രങ്ങളുണ്ട്. ഈ ഇതിനിടയിൽ ഒരുപാട് ഫേക്ക് ആനപ്രേമികൾ ഉണ്ടല്ലോ. അതായത് ഇപ്പം ആനേനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ഇതിപ്പം ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അവർക്കറിയാം, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് എങ്ങനെ ആ കുഞ്ഞിന് പാല് കൊടുക്കണം എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ പുറത്തുനിന്ന് അങ്ങനെ പാല് കൊടുക്കാൻ പാടില്ല, ചരിഞ്ഞു കിടന്ന് കൊടുക്കണം, മറ്റേത് കമന്ന് കിടന്ന് കൊടുക്കണം, ഇങ്ങനെയൊക്കെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരത് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നു. അതായത് ഈ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഗജപരിപാലനത്തിനുണ്ടല്ലോ തലമുറകളുടെ പാരമ്പര്യമുണ്ട്. ഐതിഹ്യമാലയിൽ വരെ നമ്മളുടെ ഗജങ്ങളുടെ പരിപാലനം രേഖപ്പെടുത്തിയിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ കേരളത്തിൽ തലമുറകളായിട്ട് ഈ ആനയെ കൈകാര്യം ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള 2 or 3 പേര്, ഒരാൾ പ്രധാനിയായിട്ടുള്ള ഒന്നാമൻ എന്ന് പറയും, രണ്ടാമൻ ഒരാൾ കൂടെ ഉണ്ടാവും, അത്യാവശ്യം ആനയുടെ പട്ടവെട്ട് കഴുക് തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് സഹായിക്കാനായിട്ട് ജൂനിയർ ആയിട്ടുള്ള ഒരു 3ആമൻ, ഇങ്ങനെ ഒരു ഉണ്ടാവും. ചിലപ്പോൾ ഒരാളോടെയൊക്കെ ഉണ്ടാവും, 4 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കറിയാം ഇതെങ്ങനെ ചെയ്യണം. ഇതിനെ അങ്ങ് ഉപദേശിക്കാനായിട്ട് അഭിനവ ആനപ്രേമികൾ വരും. ഈ ആ ആനക്കാരൻ അയാൾ ചെയ്യുന്നത് ശരിയല്ല, അയാൾ മാറ്റിക്കോ. ഇങ്ങനെ മാറ്റി ഈ അഭിനവ ആനപ്രേമികളുടെ വാക്ക് കേട്ട് ആനക്കാർ അങ്ങനെ മാറ്റാറൊന്നുമില്ല. ഇൻ കേസ് മാറ്റുന്നിടത്തൊക്കെ ഓരോ അപകടം സംഭവിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ ഒരു ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആനക്കാരൻ തമ്മിലുള്ള ആത്മബന്ധമുണ്ട്. അതിൻ്റെ മേളിൽ കയറി ക്വസ്റ്റ്യൻ ചെയ്യാൻ ഓരോരുത്തർ വരുമ്പോഴാണ് അനാവശ്യമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരാൾ തന്നെ സ്ഥിരം കൈകാര്യം ചെയ്ത ആനകൾക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ നിന്ന് പോകുന്ന ഒരുപാട് കൂട്ടിട്ടുകൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പം ഒരാനയുടെ ചൈൽഡ്ഹുഡ് തൊട്ട് അതിനെ കൊണ്ടുനടന്ന് അതിൻ്റെ പ്രതാപകാലം വരെ എത്തിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് പേഴ്സണലി ഓരോരുത്തരുടെ പേരറിയാം. ഇപ്പം നമ്മുടെ പുതുപ്പള്ളി കേശവൻ്റെ മനോജേട്ടൻ, പുള്ളി ആനയുടെ അതൊരു സാധാരണ ആനയായിരുന്ന കാലത്ത് ഇന്നിപ്പോൾ അത് ഉത്സവകേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു എഴുന്നള്ളിപ്പാന ഭീമൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഭീമൻ എന്ന് പറഞ്ഞാൽ പെരും ശരീരമായിട്ടുള്ള ആനയെ, കാണാനും സുന്ദരനാണ്, സ്വഭാവം നല്ലതാണ്. ആ ആനയെ പുള്ളി ഇതൊന്നും ഇല്ലാത്ത കാലത്തും പുള്ളി കൊണ്ടു നടക്കുന്ന 20 വർഷത്തിന് മേളിലായി. മൗട്ടത്ത് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആനയുണ്ട്, അതിൻ്റെ അനുചേട്ടൻ 25 വർഷത്തിന് ഒരുപാട് പേരെ ആനയെ പുള്ളി കൊണ്ടു നടക്കുന്നു. രാമനിൽ നിന്ന് മണിയേട്ടൻ 18 വർഷം, 5 വർഷത്തോളം. രാമന്റെ വസന്തകാലത്തിലും അതിന്റെ മോശപ്പെട്ട അവസ്ഥയിലും നിന്ന ഒരാളാണ് എരുമിയൂർ മണിയേട്ടൻ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം പാലാ കുട്ടിശങ്കറിൽ ഉണ്ടായിരുന്ന അച്ഛനും ഇല്ല സുരേന്ദ്രൻ ആശാൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ കുട്ടൻചേട്ടൻ, അവര് 10-20 വർഷം 2 തലമുറ 10-40 വർഷത്തോളം ആനയെ കൊണ്ടുവന്നു. ഈരാറ്റുപേട്ട അയ്യപ്പനെ നോക്കിയിരുന്ന ബാബുവേട്ടൻ. അങ്ങനെ ഒരുപാട് കൂട്ടുകെട്ടുകളുണ്ട്. അതിൻ്റെതായ ഗുണം ആനകൾക്കുണ്ടായിട്ടുണ്ട്. ഈ ഈരാറ്റുപേട്ട അയ്യപ്പനൊക്കെ എനിക്ക് തോന്നുന്നു 2-3 ആനക്കാരെ ആകെ അതിനെ അഴിച്ചിട്ടുള്ളൂ. പൗലോസ് ചേട്ടൻ എന്ന് പറഞ്ഞ് ബാബുച്ചേട്ടൻ്റെ ഒരു ഇത്, പിന്നെ ബാബുച്ചേട്ടൻ, പിന്നെ ബാലാജി, ഇത്രയും പേരെ ആന കയറിയിട്ടുള്ളൂ. ഈ 3 പേര്. ഒരു ആന എത്ര 70-75 വയസ്സിൽ ജീവിച്ച ഒരു ആനയെ ഈ 3 പേരെ കൈകാര്യം ചെയ്തെന്ന് പറയുമ്പോൾ എത്രയോ വർഷം അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ആരോഗ്യവും പരിപാലനം ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ നമ്മളെ വിട്ട് പോയിട്ടുണ്ടല്ലോ ഈ ആനകളൊക്കെ. ഇപ്പൊ ഈരാറ്റുപേട്ട അയ്യപ്പനാണെങ്കിലും ശിവസുന്ദരം, അങ്ങനെ ആനകൾ നമ്മളെ വിട്ട് പോയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ റീസൺ ഒരുപക്ഷെ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു നോക്കുന്ന ഒരു ശൈലിയും പിന്നെ അവരുടെ ഈ എന്താ പറയാ വിശ്രമം ഇല്ലാത്ത ചിലപ്പോ ഒരു ഇതൊക്കെ ആവോ, ജോലി ഭാരമൊക്കെ ആയിരിക്കുമോ? ഇല്ല, മരണം എന്തായാലും ഉണ്ടാവും. ജനിച്ചാൽ ഒരു നാൾ മരിക്കണം. അതിപ്പോ അങ്ങനെ വിശ്രമമില്ലാത്തൊരു ഇതില്ല. ആനയ്ക്ക് വിശ്രമം അതിനൊരു ഈ പറഞ്ഞ മാതിരി നാട്ടാന പരിപാലന ചട്ടമുണ്ട്.
അല്ല വിശ്രമമില്ലാതെ ആനയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ നോക്കാൻ ആളുണ്ട്. നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഫോറസ്റ്റിൻ്റെ വകുപ്പുണ്ട്, സർക്കാരിൻ്റെ വകുപ്പുണ്ട്. അപ്പോൾ ആനയ്ക്ക് വിശ്രമമൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന മാതിരി പഴയ കാലത്തെ പോലെ നടത്തിച്ചു കൊണ്ടുപോകാൻ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. നടത്തുമ്പോൾ ഒരു പരിധിവരെ കുറേ പ്രശ്നങ്ങൾ മാറും. ഇപ്പോൾ എന്നാൽ നടത്തിക്കാനും പറ്റില്ല, സാഹചര്യം മാറി, വണ്ടികൾ കൂടി, റോട്ടിൽ തിരക്ക് കൂടി. BMBC നിലവാരത്തിലുള്ള അപ്പം അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പോൾ ലോറിയിലുള്ള യാത്ര അതൊരു പ്രശ്നം. പിന്നെ ആഹാരമാണെങ്കിൽ ഈ പനമ്പട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ പനമ്പട്ട പ്രശ്നമുള്ളവർക്ക് പുല്ല്, ഇത് രണ്ടുമാണ് ഓപ്ഷൻ ആയിട്ടുള്ളത്. പിന്നെ മരുന്നുകളൊക്കെ ഒരുപാട് മാറി, ആയുർവേദത്തിനേക്കാൾ ചരിയുന്നത് ചില ദൗർഭാഗ്യകരമായ ചില പ്രശ്നങ്ങളൊക്കെ. നമുക്കതൊന്ന് സ്പെസിഫൈഡ് ആയിട്ട് പറയാൻ പറ്റില്ല, ഓരോന്നും ഓരോ റീസൺ ആയിരിക്കും. ഈരാറ്റുപേട്ട അയ്യപ്പൻ ഇപ്പം ഉദാഹരണം എടുത്തത് പ്രായമുണ്ട്, അതേപോലെ ഈ വിശ്രമമില്ലാത്ത ഇത് കൊണ്ടുണ്ടായ അസുഖമല്ല. നല്ല കൃത്യമായ വിശ്രമവും പരിചരണവും കൃത്യമായ പരിചരണം കൊടുത്ത് ആ തറിയിൽ വേറെ ആനയൊക്കെ അവരുടെ വണ്ടി പോലും വേറെ ആനയ്ക്ക് കയറ്റി വിടാറില്ല. കാരണം വേറെ രോഗം വരാതിരിക്കാൻ വേണ്ടി അത്രയും ശ്രദ്ധിച്ച് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ അതുപോലെ ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തൊരു അംഗം പോയ ഒരു ഫീൽ. ശിവസുന്ദർ എന്ന് പറയുമ്പോൾ എരണ്ടക്കെട്ട എന്ന് പറഞ്ഞാൽ 50-50 അതൊരു ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എരണ്ടകെട്ടലാണ് ഒരുമാതിരിപ്പെട്ട എരണ്ടക്കെട്ടും പാദരോഗമാണ് ശരിക്കും നമ്മൾക്ക് ഇന്ന് കേരളത്തിലെ ആനകൾക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള രോഗങ്ങൾ. അല്ലാതെ ആനകൾ ശരിയുന്നുണ്ട്, ഹൃദയസ്തംഭനം വന്നൊക്കെ ചെറിയ ആനകളുണ്ട്. പക്ഷേ ഈ ഒരു പരിധി വരെ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതും ചില സാഹചര്യങ്ങളിൽ ആന തന്നെ വലിച്ചൊക്കെ സംഭവിച്ചു പോകുന്ന ഒരു മിസ്റ്റേക്ക്. അത് 3 രീതിയിലുണ്ട്. അത് മുൻകെട്ട്, പിൻകെട്ട്, ഇടക്കെട്ട്, അങ്ങനെ 3 കെട്ടുണ്ട്. ഈ മുൻകെട്ടൊക്കെ വരുന്ന ആനകളാണ് ഈ വേഗം ചെരിഞ്ഞു പോകുന്നത്. ഇടക്കെട്ടും പിൻകെട്ടും ഒക്കെ ആനക്കാരുടെ പരിചരണവും നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഒരു എഫക്റ്റീവായുള്ള ചികിത്സയും ഇപ്പോൾ ഉള്ളതുകൊണ്ട്, ഇപ്പോൾ വൻതാര പോലുള്ള ഫെസിലിറ്റീസൊക്കെ വന്നിപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ട് ഇടക്കെട്ടും പിൻകെട്ടും ഒക്കെ ഓൾമോസ്റ്റ് തീരും. പക്ഷെ മുൻകെട്ട് വരുന്ന ആനകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ദൈവാധീനം മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ സമയത്ത്. ഇപ്പോൾ ഏറ്റവും നല്ലൊരു എഴുന്നള്ളിപ്പ് ആന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ആന ഏതായിരിക്കും? അങ്ങനെ പെട്ടെന്ന് എടുത്താൽ പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, എന്നാലും കുറച്ച് കുഴപ്പിക്കാന്ന് വിചാരിച്ചെന്നെ ചോദിച്ചതാ. എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് അതൊരു എഴുന്നള്ളിപ്പ് എപ്പോഴും കേരളത്തിൻ്റെ ബേസിലുള്ള എഴുന്നള്ളിപ്പ് ഒരു മിനിമം ആവറേജ് ഒരു പാണ്ടി അല്ലെങ്കിൽ ഒരു പഞ്ചാരി കൊട്ടിത്തീരുന്ന, അല്ലെങ്കിൽ ഒരു സേവ മുഴുവനായിട്ട് വായിച്ച് തീരുന്നൊരു സമയം എന്ന് പറയുന്നത് ഏകദേശം 3-4 മണിക്കൂറാണ്. ശരിക്കും കൃത്യമായിട്ടൊരു പാണ്ടി അല്ലെങ്കിൽ ഒരു പഞ്ചാരി മേളം പൂർണ്ണമായിട്ട് കൊട്ടിത്തീരുന്ന സമയം, അത്രയും സമയം ഒരു ആന ഒരേ നിലപ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പണ്ട് കാലത്ത് ആനകൾ അങ്ങനെ ഉണ്ടായിരുന്നു, ഗുരുവായൂർ കൃഷ്ണനൊക്കെ അങ്ങനെ നിന്നിട്ടുള്ള ആനകളാണ്. അപ്പോൾ ഒരാനെ മാത്രം നമുക്ക് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. നിൽക്കുന്ന ആനകളുണ്ട് നന്നായിട്ട്, അതായത് തലയൊന്നും അധികം വെട്ടിക്കാതെ നല്ല ഭംഗിയിൽ കൈയിറക്കി ചെവിയടിച്ചൊക്കെ നിൽക്കുന്ന ആനകളുണ്ട്. അത് പൂരത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരുപാട് ലോങ് ടൈം ഉള്ള പൂരങ്ങൾക്ക് നിൽക്കുന്ന ആനകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളുണ്ടാകും. പക്ഷെ എന്നാലും ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ബേസിക്കലി പറയുകയാണെങ്കിൽ ഉദയനാടുത്തപ്പൻ്റെ എഴുന്നള്ളിപ്പ്, വൈക്കം ഉദയനാവന ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് എടുക്കുന്ന ആന ഏറ്റവും മികച്ചൊരു തിടമ്പാനി ആയിരിക്കും എപ്പോഴും. അതേപോലെ തന്നെ നെന്മാറ വല്ലങ്ങി വേല, തൃശ്ശൂർ പൂരം, ആറാട്ടുപുഴ പൂരം. ആറാട്ടുപുഴ പൂരം എന്ന് പറഞ്ഞാൽ പൂരങ്ങൾ തുടങ്ങിയ സ്ഥലമാണ് ആറാട്ടുപുഴ. 1400 വർഷത്തെ പാരമ്പര്യം ഉണ്ട്. അപ്പോൾ അവിടെ പെരുവനം, ചാത്തക്കുടം, അങ്ങനെ തൃപ്രയാശ്വാസം, അങ്ങനെ എല്ലാ തൃപ്രയാറൊക്കെ എഴുന്നള്ളിപ്പ്, ഇതെല്ലാം ഓരോ പ്രധാന ആനകൾ വരും. അപ്പോൾ ഈ ആനകൾ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളനുസരിച്ച് ചിട്ടയോടെ നിൽക്കുന്ന ആനകൾ ഒരുപാടുണ്ട്. തിരുവമ്പാടിയുടെ ചന്ദ്രശേഖരനാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്ക് പറയാൻ പറ്റിയ. നല്ല എഴുന്നള്ളിപ്പാന. പാമ്പാട് രാജൻ ഏറ്റവും സൗന്ദര്യമുള്ള എഴുന്നള്ളിപ്പാന. തൃക്കടൂർ ശിവരാജും ഉണ്ട് അതുപോലെ തന്നെ, ഈ സെയിം ഈക്വല. പിന്നെ ആസ് ഓൾവേസ് തെച്ചിക്കോട് രാമേന്ദ്രൻ, അങ്ങനെ നീളും. ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ, എറണാകുളം ശിവകുമാർ, ഇതൊക്കെ എഴുന്നള്ളിപ്പാനകൾ തന്നെയാണ്. ഈ രാമന്റെ ഒരു ഇൻട്രോ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. രാമൻ്റെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ലൈവായിട്ടും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ റെക്കോർഡിങ്ങും നല്ല രീതിയിൽ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തിരുനക്കര പൂരത്തിൻ്റെ തിരുനക്കര പൂരത്തിൻ്റെ ആ ഒരു ഫ്ലോയിൽ പറയണമെന്നുണ്ടെങ്കിൽ നോക്കേണ്ടി വരും. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, കേൾക്കാനൊരു കൊതി. രാമൻ, ഞാൻ പറഞ്ഞല്ലോ, രാമനാണ് 2018 തിരുനക്കര പൂരം മാർച്ച് 20. ഇത്തവണത്തെ പൂരം മാർച്ച് 23. അപ്പം മാർച്ച് 20 രാമനാണ് നമുക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായത്. അപ്പം രാമനെ വിട്ടിട്ട് നമുക്ക് ഒരു പറച്ചിലില്ല ആനക്കാര്യത്തിൽ. പക്ഷേ ഇഷ്ടങ്ങൾ പല ആനകളിലും പല രീതിയിലും ഉണ്ട്. രാമൻ നമ്മൾ ഗോഡ്, ദൈവമായിട്ട് കാണുന്ന ഒരു എന്നെ സംബന്ധിച്ച്. കാരണം ഒരു എന്താ പറയുക, ഒരു
ഗജകേസരി യോഗം തന്നൊരു ആനയാണ് ആനയാണ് രാമൻ. രാമൻ പറയുന്ന സന്തോഷമേ ഉള്ളൂ. തിരുനക്കര പൂരത്തിന് ആ രാമൻ വരുന്നതിന് മുമ്പ് ഒരു പാട്ടിട്ടു, തമ്പുരാനെഴുന്നള്ളി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി രാമനാ വരുന്നതെന്ന് മനസ്സിലായി. പക്ഷെ ആൾക്കാരിങ്ങനെ ആവേശത്തിലേക്ക് നിന്നു. അപ്പോൾ ഞാനിങ്ങനെ മൈക്കെടുത്തത് കാത്തു കാത്തിരുന്ന കലിയുഗരാമൻ ദാ വരുന്നു, ചെമ്പട്ടണിഞ്ഞ തമ്പുരാട്ടിയുടെ ചങ്കൂറ്റമുള്ള മകൻ, ഉത്സവ കേരളം അടക്കി വാഴുന്ന അവതാരപ്പിറവി, ആന കേരളത്തിന്റെ ഒരേ ഒരു ചക്രവർത്തി, ആന കേരളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത അമരക്കാരൻ, പ്രതിഭയല്ലിവൻ പ്രതിഭാസമാണ്, താൻ എത്തിച്ചേരുന്ന ഏതൊരു പൂരപ്പറമ്പിനെയും പുരുഷാരം കൊണ്ട് നിറയ്ക്കുന്നവൻ, ദേവഗണങ്ങളെ ശിരസിലേറ്റിയപ്പോൾ ജനകോടികൾ നെഞ്ചിലേറ്റിയവൻ, കണ്ടനാടും കേട്ടനാടും വെട്ടിപ്പിടിച്ച് വിജയക്കൊടി പാറിച്ചവൻ, അഴകും അളവും നിലവും തികവും ഒത്തുചേർന്ന ഒരേ ഒരു വിശ്വരൂപം, കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ജനമനസ്സുകൾ കീഴടക്കിയ പേരാമംഗലം വല്യാന, പഴി പറഞ്ഞ നാവുകളെ കൊണ്ട് വാഴ്ത്തിപ്പാടിച്ച ഉഷിരൻ ആൺപിറപ്പ്, കലിയുഗരാമൻ, ഏകഛത്രാധിപതി, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇതാണ് നമ്മള് തിരുനക്കരയില് പറഞ്ഞത്. ഇതൊരു സൗണ്ട് സിസ്റ്റത്തിലൂടെ അത് കേൾക്കുമ്പോ, അത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു ഓളം വേറെ തന്നെ. ആ ഒരു അന്തരീക്ഷം രണ്ടുപേര് പറയുമ്പോഴേ നമുക്ക് അവിടുത്തെ ഒരു ഫീൽ ചെയ്യും, അവിടുത്തെ പ്രസൻസ്. അപ്പൊ അതിലാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ പോകുന്നത്. എല്ലാരും കയ്യും കെട്ടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഉത്സവങ്ങളില് പങ്കെടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊന്ന് തീർത്താ മതി എന്നൊക്കെ തോന്നുന്ന ഉത്സവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തോന്നാറില്ല. നമ്മൾ എൻജോയ് അതാ ഒരു ഓളത്തിന് ഞങ്ങൾ ഇതിലങ്ങനെ ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ ആനപ്രേമികളാണ്. അത് അറിയാം. ഉത്സവം അല്ല, ഒരു പരിപാടിയായിട്ട് മാത്രം നമ്മളത് കാണുന്നില്ല. ഇപ്പൊ നമുക്ക് ആനയെ കാണാമല്ലോ, ബേസിക്കലി ആനയെ കാണാം, ആന എഴുന്നള്ളിച്ച് ഇപ്പൊ വരുന്ന വരവാണെങ്കിൽ ആനയൊക്കെ നോക്കിക്കാം, അത് പോകുന്ന കാണാം. ഇപ്പൊ പരിപാടി സ്ഥലത്താണെങ്കിൽ നമ്മള് വൈകിട്ട് നടക്കുന്ന പരിപാടി നമ്മൾ എത്രയോ മണിക്കൂർ മുമ്പ് ചെല്ലും. അവിടെ ചെല്ലുന്നത് വേറൊന്നുമല്ല, നമുക്ക് ആനകളുടെ അടുത്തേക്ക് പോകാൻ പറ്റും, അവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റും. ആ സ്നേഹബന്ധങ്ങൾ അന്തരീക്ഷമായിട്ടൊന്ന് നമ്മൾ സെറ്റ് ആവുകയും വേണം. സൗണ്ട് സിസ്റ്റം ചെക്ക് ചെയ്യണം. പിന്നെ ഈ മീന് വേറൊരു കുടത്തിൽ കൊണ്ടുവന്നതിന് കുറച്ചു മുമ്പ് അതിൽ അന്തരീക്ഷമായിട്ട് സെറ്റ് ആവണം എന്ന് പറയുന്ന മാതിരി. പിന്നെ ചില വരവ് പൂരങ്ങളൊക്കെ ഉണ്ട്, ഇപ്പൊ വരവ് ഉത്സവങ്ങൾ മണിക്കൂറുകൾ എടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ അത് നമ്മൾ എൻജോയ് ചെയ്യാറ് പതിവ് സാധാരണ. തീർക്കണം തീർന്നാൽ മതി. തിരുനക്കര അല്ലെങ്കിൽ ആനയടി അല്ലെങ്കിൽ അതേമാതിരി നമ്മൾ ലൈവ് നമ്മൾ വളരെ സെലക്റ്റീവാണ്. അതായത് ഈ അനൗൺസ്മെന്റ് ലൈവിന് അനുയോജ്യമാണോ എന്ന് ഉള്ളിടത്ത് മാത്രമേ നമ്മൾ ലൈവ്. ഇപ്പം മുഖത്തല, തഴുത്തല, ആനയടി, തിരുനക്കര, കാട്ടുവള്ളിൽ, മാവേലിക്കര അവിടെ, പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ വടക്കുന്നാഥൻ, ആനയൂട്ട്, അതേമാതിരി എടുത്തു പറയത്തക്ക 1, 2, 3 ലൈവ് കൂടിയേ ഉള്ളൂ നമുക്ക് ശരിക്കും. ബാക്കിയെല്ലാം വരവ് പൂരങ്ങളാണ്. വരവ് പൂരങ്ങൾ വരുമ്പോഴത്തേക്ക് പഴഞ്ഞി പെരുന്നാളുണ്ട് കുന്നംകുളത്ത്, അത് ഗംഭീരമാണ്. പിന്നെ ഇതെല്ലാം ഗംഭീരങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്ന ലൈവുകളെല്ലാം. ലൈവ് ഉള്ളതുകൊണ്ടല്ല, ഈ അനൗൺസ്മെന്റ് അതിന് അനുയോജ്യമായതുകൊണ്ട്. അപ്പം നമുക്ക് അതിലെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റുള്ള എടുക്കാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വരവ് പൂരങ്ങളിൽ അവർ ഇത്രയും പൈസ മുടക്കിക്കൊണ്ട് ശിങ്കാരിമേളങ്ങളുണ്ടാവും, വേറെ തമ്പോലം ഉണ്ടാവും. അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ ഒപ്പം സൗണ്ട് കൂടി കൊടുത്ത് അവിടെ നിൽക്കുന്നവർക്ക് എന്താണെന്നൊന്നും അതും കേൾക്കാൻ പറ്റില്ല, ഇതും കേൾക്കാൻ പറ്റില്ല. മൊത്തം ആകെപ്പാടെ നമ്മുടെ തൊണ്ട പോകുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യകാലത്ത് പലർക്കും അറിയില്ലായിരുന്നു. ഈവൻ ആനയടി പോലും മേളത്തോടു കൂടിയായിരുന്നു വന്നിരുന്നത്. അപ്പം നമ്മളൊരു സജഷൻ വെച്ചു, ഒരു 5 മിനിറ്റ്, ഒരു ആനയ്ക്ക് ഒരു 5 മിനിറ്റ് നിങ്ങൾ മേളം ഒന്ന് നിർത്തി തന്നാൽ നമുക്ക് ആനയെ പറയാം, അതിനുശേഷം അവർ മേളം തുടങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. നമ്മുടെ സ്ഥലം ഒന്ന് മാറ്റി, നമ്മൾ പറയേണ്ട സ്ഥലം മാറ്റി. അപ്പോൾ ആ മേളം ഓൾറെഡി അവിടെ തീരുകയാണ്. സമർപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നമുക്ക് ആന കിട്ടുക. അപ്പോൾ നമുക്ക് മേളം നടക്കുകയും ചെയ്യും, അതിനുശേഷം ആന വരുമ്പോൾ നമുക്ക് പറയുകയും ചെയ്യും. അങ്ങനെയാണ് ആനയടി സെറ്റായത്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ സെലക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളെ ലൈവ് ഉള്ളൂ.